ദിവസങ്ങളായി വലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന പെരുമ്പാമ്പിന് പുതുജീവൻ ലഭിച്ചിരിക്കുകയാണ്. തൃശൂർ വെള്ളാനിക്കര അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ക്വാർട്ടേഴ്സിന് സമീപത്ത് നിന്നുമാണ് വലയിൽ കുടുങ്ങിയ നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. വീട്ടുകാർ ഇവിടെ ഇല്ലായിരുന്നു. വനംവകുപ്പ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ പാമ്പിനെ രക്ഷിച്ചെങ്കിലും ദേഹം മുഴുവനും മുറിവുകളായിരുന്നു. മണ്ണുത്തി വെറ്ററിനറി ഹോസ്പിറ്റലിൽ പാമ്പിനെ എത്തിച്ച വിദഗ്ധ ചികിത്സ നൽകി. പുഴുവരിച്ച നിലയിലുണ്ടായിരുന്ന മുറിവുകൾ കൃത്യമായി ചികിത്സയിലൂടെ പിന്നീട് ഉണങ്ങി. ജീവൻ നഷ്ടപ്പെടുമായിരുന്ന അവസ്ഥയിൽ നിന്ന് അങ്ങനെ ഒരു പെരുമ്പാമ്പ് അപകട നില തരണം ചെയ്തു. MS ലിഷോയ് ചേരുന്നുണ്ട് തത്സമയം. ലിഷോയ്, വേണമെങ്കിൽ ഒരു പാമ്പാണ്, അതിനവിടെ ഉപേക്ഷിച്ചു പോരാം. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. മുറിവുകളുണ്ട്, ചിലപ്പോൾ കടിയേൽക്കാമെന്നുള്ള പേടി പോലും ഉണ്ട്. പക്ഷെ അതൊക്കെ മനസ്സിൽ വെക്കാതെ എന്ത് തന്നെ ഉണ്ടായാലും കുഴപ്പമില്ല, പാമ്പിന്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഒരു നന്മയുടെ കാഴ്ച. നമുക്ക് ചുറ്റും ഒരുപാട് ജീവജാലങ്ങളുണ്ടല്ലോ, പക്ഷേ മനുഷ്യരെ പോലെ എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ പറ്റിയാൽ സ്വന്തമായി അവയെല്ലാം തന്നെ ഭേദപ്പെട്ടു വരിക എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരുപക്ഷെ മിക്കവാറും ജീവികൾക്ക് ആ ഒരു തിരികെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വെള്ളാനിക്കര ഭാഗത്ത് ഉണ്ടായിരുന്നത്. വെള്ളാനിക്കര അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് ക്വാർട്ടേഴ്സിന് പരിസരത്താണ് വലിയൊരു മലമ്പാമ്പ്. അത് വലയിൽ കുടുങ്ങി ഒരുപാട് ദിവസം കിടന്നത്. അത് ഒരു വീടിൻ്റെ പരിസരത്തായിരുന്നു. ആ വീട്ടുകാരവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നീട് ആ വീട്ടുകാർ തിരിച്ച് വീട്ടിലേക്ക് എത്തിയ സമയത്താണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ആ ഒരു സമയത്ത് ഈ പാമ്പിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ പല ഭാഗങ്ങളും ഈ വലയ്ക്കുള്ളിൽ കുടുങ്ങി വലിഞ്ഞ് മുറുകി മുറിവുകളുണ്ടായി. ആ മുറിവുകളിൽ പുഴുവരിച്ച നിലയിലൊക്കെ തന്നെ ആയിരുന്നു. അതിൻ്റെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് ഇവർ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നതും. ഈ പറവട്ടാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ SIP നവാസും അതുപോലെ തന്നെ സർപ്പ വളണ്ടിയറായ വളണ്ടിയറായ ശരത്ത് മാടക്കത്രയും അവിടേക്ക് എത്തുന്നതും പിന്നീട് ഈ പാമ്പിനെ രക്ഷിക്കുന്നതും തുടർന്ന് വെറ്റിനറി ആശുപത്രിയിലേക്ക് എത്തിച്ച് അതിന് വേണ്ട ചികിത്സ നൽകുന്ന സമയത്ത് വലിയ മുറിവുകളാണ് ഈ പാമ്പിൻ്റെ ദേഹത്തുണ്ടായിരുന്നത്. ഡോക്ടർ അനഘയും ഡോക്ടർ അലീനയും ചേർന്നുകൊണ്ട് ഈ പാമ്പിന് വേണ്ട ചികിത്സകളൊക്കെ നൽകുകയും ചെയ്തു. ഇപ്പോഴും അത് ചികിത്സയിൽ തന്നെയാണ്. ഇനിയും ഒരുപാട് ദിവസങ്ങളെടുക്കും ആ മുറിവൊക്കെ ഉണങ്ങാനായി. എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ അരുമ മൃഗങ്ങളെ, അതായത് വളർത്തു മൃഗങ്ങളെയൊക്കെ തന്നെ ഇത്തരത്തിൽ ചികിത്സയ്ക്കൊക്കെ എത്തിച്ച് അവനെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ഭേദമാക്കുകയൊക്കെ സ്ഥിരമായി പതിവുള്ള കാര്യമാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ പാമ്പുകളെയും അതുപോലെ തന്നെ വന്യജീവികളെയും ഒക്കെ ചികിത്സിക്കുന്നതും അവയ്ക്ക് ഗുരുതരമായ പരിക്കേൽക്കുമ്പോൾ അവയൊക്കെ കൃത്യമായി ചികിത്സിച്ച് അതിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതൊക്കെ അപൂർവമായി നടക്കുന്നൊരു കാര്യമാണ്. എന്തായാലും ഇവിടെ മടക്കത്രയിലെ വെള്ളാനിക്കരയിലെ ഈ ഒരു സംഭവം അതെന്തായാലും പാമ്പിനെ മാതൃകാപരമായ ഒരു സംഭവം തന്നെ. ലിഷോയ് ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ പെറ്റ്സ് ആയിട്ടുള്ള നായയോ പൂച്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റുമ്പോൾ ആശുപത്രിയിൽ എത്തിക്കേണ്ട കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. മറ്റു മൃഗങ്ങളെയൊന്നും പരിഗണിക്കാതിരിക്കാറുണ്ട് ചിലരെങ്കിലും. പക്ഷേ ഇതും ഒരു ജീവനാണ്, പാമ്പാണ്, ചിലപ്പോൾ കടിയേക്കാം. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അതിനെ ആശുപത്രിയിൽ എത്തിച്ചു, ചികിത്സ കൊടുത്തു. ഇനിയും മുറിവ് ഉണങ്ങാനുണ്ട്. പാമ്പ് ചികിത്സയിൽ തന്നെയാണ്. പക്ഷെ എന്തായാലും എത്തിക്കാൻ കാണിച്ച മനസ്സിന് വലിയൊരു കയ്യടി.